നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിൽ കപ്പാസിറ്റൻസ് വരെയുള്ള പോർഷൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റൻസിൻ്റെ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റൻസിൻ്റെ സീരീസ് കണക്ഷനാണ്. നമ്മൾ 3 കപ്പാസിറ്റേഴ്സിനെ എടുത്തു. ഹാവ് കപ്പാസിറ്റൻസ് C1, C2, C3. 3 കപ്പാസിറ്റേഴ്സ് എടുത്തു. അതിൻ്റെ കപ്പാസിറ്റൻസ് ഏതൊക്കെയാണ്? C1, C2, C3. എന്നിട്ട് അതിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഘടിപ്പിച്ചു. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ സീരീസ് കണക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് ചാർജ് അതിൻ്റെ അകത്തുള്ള ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓരോ കപ്പാസിറ്റേഴ്സിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് സെയിം ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെയാണ്. സീരീസ് കണക്ഷനിൽ കപ്പാസിറ്റൻസിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന ചാർജ് ഈക്വൽ ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ V ആണെങ്കിൽ ആ V ഒന്നാമത്തെ കപ്പാസിറ്റൻസിനെ അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തും, രണ്ടാമത്തെ കപ്പാസിറ്റൻസിനെ അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, മൂന്നാമത്തെ കപ്പാസിറ്റൻസിനെ അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നാമത്തെ കപ്പാസിറ്റൻസിനെ അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V1 എന്നും, രണ്ടാമത്തെ കപ്പാസിറ്റൻസിനകത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V2 എന്നും, മൂന്നാമത്തെ കപ്പാസിറ്ററിനകത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V3 എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാവുന്നൊരു കാര്യമാണ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു C ഈസ് ഈക്വൽ ടു Q ബൈ V ആണെന്നറിയാം. അതിൽ നിന്നും V ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C എന്ന് എഴുതാം. വെയർ C ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് എന്തെന്ന് നമുക്ക് വിളിക്കാം? C എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ പോലെ V1 ഈസ് ഈക്വൽ ടു Q ബൈ C1. രണ്ടാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ഈസ് ഈക്വൽ ടു Q ബൈ C2. മൂന്നാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3 ഈസ് ഈക്വൽ ടു Q ബൈ C3. ഓക്കെയാണ്. എന്നിട്ട് ഈ വാല്യൂസിനെടുത്ത് നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം Q ഡിവൈഡഡ് ബൈ C ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C1 പ്ലസ് Q ഡിവൈഡഡ് ബൈ C2 പ്ലസ് Q ഡിവൈഡഡ് ബൈ C3 എന്ന് എഴുതാം. ഓക്കെ, Q എല്ലാത്തിലും ഈക്വൽ ആണ്, കോമൺ എടുക്കാം. Q ഡിവൈഡഡ് ബൈ C ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ക്യൂവിനെ ക്യാൻസൽ ചെയ്യാം, കാരണം സീരീസ് കണക്ഷനിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്താണ്? ഈക്വൽ ആണ്. അപ്പം Q ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1 ബൈ C ഈസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 എന്ന് കിട്ടും. അതായത് കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെയാണ്. എന്തിനാണ് പറഞ്ഞത്? കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് ഘടിപ്പിക്കുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ്. ഓക്കെ, ദിസ് ഈസ് ദ കപ്പാസിറ്റൻസ് ഇൻ സീരീസ്. അടുത്തത് കപ്പാസിറ്റൻസിൻ്റെ പാരലൽ കണക്ഷനാണ്. 3 കപ്പാസിറ്റേഴ്സിനെ നമ്മൾ എടുക്കുന്നു. C1 3 കപ്പാസിറ്റൻസിനെ എടുക്കുന്നു, അവരെ നമ്മൾ പാരലായിട്ട് ഘടിപ്പിക്കുന്നു. ഓരോ കപ്പാസിറ്ററിൻ്റെയും കപ്പാസിറ്റൻസ് C1, C2, C3 എന്ന് വിളിച്ചു. 3 കപ്പാസിറ്റേഴ്സ് എടുത്തു. ആ കപ്പാസിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റൻസിനെ C1, C2, C3 എന്ന് വിളിച്ചു. എന്നിട്ട് അവർക്ക് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അപ്ലൈ ചെയ്തു. അപ്പോൾ പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത, പാരലൽ കണക്ഷനിൽ ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്ന ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. ചാർജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ബി ഡിഫറെൻറ്റ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാവർക്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. Q ഈസ് ഈക്വൽ ടു CV എന്നാണ്. ഇതിൽ ഒന്നാമത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് Q1, നമുക്ക് അവിടുത്തെ കപ്പാസിറ്റർ Q1 ഈസ് ഈക്വൽ ടു C1V എന്ന് എഴുതാം. രണ്ടാമത്തെ കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ചാർജ് Q2 ഈസ് ഈക്വൽ ടു C2V എന്ന് എഴുതാം. മൂന്നാമത്തെ കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ചാർജ് Q3 ഈസ് ഈക്വൽ ടു C3V എന്ന് എഴുതാം. ഓക്കെ,
അപ്പം ഒന്നാമത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് Q1 ഈസ് ഈക്വൽ ടു C1V, Q2 ഈസ് ഈക്വൽ ടു C2V, Q3 ഈസ് ഈക്വൽ ടു C3V എന്ന് എഴുതാം. ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. Qന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. CV ഈസ് ഈക്വൽ ടു C1V പ്ലസ് C2V പ്ലസ് C3V എന്ന് എഴുതും. ഇതിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് V കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് കിട്ടും. ദിസ് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ആണ്. ഞാനൊരു കപ്പാസിറ്റർ എടുത്തു. ഈ കപ്പാസിറ്ററിലേക്ക് ഞാൻ DQ എമൗണ്ട് ഓഫ് ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു DQ എമൗണ്ട് ഓഫ് ചാർജ് കൊടുത്തു. അപ്പോൾ ഇതിനകത്തൊരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും V. വീണ്ടും ഞാനൊരു DQ എമൗണ്ട് ഓഫ് ചാർജ് കൊടുക്കും. അപ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോ പ്രാവശ്യവും ഞാൻ ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? വർക്ക് ഡൺ ചെയ്യണം. ഓക്കെ, ഞാൻ കൊണ്ടുവരുന്ന ചാർജ് DQ എമൗണ്ട് ഓഫ് ചാർജ് ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വർക്ക് ഡണ്ണും എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ dW ഈസ് ഈക്വൽ ടു VdQ എന്ന് എഴുതാം. ഈ ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ്. ഓക്കെ, അപ്പോൾ dW ഈസ് ഈക്വൽ ടു VdQ എന്ന് എഴുതാം. ഇനി V ഈസ് ഈക്വൽ ടു Q ബൈ C എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ Vക്ക് പകരം എന്ത് കൊടുക്കാം? Q ബൈ C എന്ന് കൊടുക്കാം. വേർ C ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ. ഓക്കെ, ഇനി ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന DQ എമൗണ്ട് ഓഫ് ചാർജ് ആണ്. അപ്പോൾ ചെറിയ വർക്ക് ഡൺ ആണ്. വലിയ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 0 മുതൽ ക്യാപിറ്റൽ Q വരെയുള്ള ചാർജ് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ക്യാപിറ്റൽ Q dW. dWൻ്റെ വില ഇവിടെ തന്നിട്ടുണ്ട്. അതെടുത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ക്യാപിറ്റൽ Q ബൈ C ഇൻറ്റു DQ. ഓക്കെ, അതിൽ കപ്പാസിറ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1/C ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു Q DQ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ x⁻n+1 ഡിവൈഡഡ് ബൈ എന്തെന്നാണ്? n+1 എന്നാണ്. ഓക്കെ, ആ ഫോം വെച്ചുകൊണ്ട് ഇൻ്റഗ്രൽ Q DQവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ Q1+1 ഡിവൈഡഡ് ബൈ 1+1 അതായത് Q²/2 എന്ന് കിട്ടും. അപ്പോൾ 1/C ഇൻറ്റു Q²/2 0 ടു Q എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് കൊടുക്കണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ W ഈസ് ഈക്വൽ ടു 1/C. ക്യൂവിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു ക്യാപിറ്റൽ Q. അപ്പോൾ Q²/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു 0 ആണ് 0²/2. അപ്പോൾ ഈ ടേം അങ്ങ് പോകും. ഇനി ബാക്കി വരുന്നത് 1/C ഇൻറ്റു ക്യാപിറ്റൽ Q²/2 എന്നാണ്. അപ്പോൾ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q²/2C എന്ന് കിട്ടും. എന്നാൽ Q എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? CV എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ W ഈസ് ഈക്വൽ ടു CV ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2C എന്ന് കിട്ടും. C² V²/2C അതിൽ സിയും സിയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു ½ CV² എന്ന് കിട്ടും. ഈ വർക്ക് ഡൺ ആണ് കപ്പാസിറ്ററിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് വർക്ക് ഡൺ W is equal to ½ CV² is stored as the electrostatic potential energy in capacitor. കപ്പാസിറ്ററിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്തു? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു ½ CV² എന്ന് നമുക്ക് എഴുതാം. അടുത്തത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള സർഫസുകളെ വിളിക്കുന്ന പേരാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എല്ലാ സ്ഥലത്തും സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള സർഫസുകളെ വിളിക്കുന്ന പേരാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൽ വർക്ക് ഡണ്ണ് ആവശ്യമില്ല, അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തുകൊണ്ട്? കാരണം പൊട്ടൻഷ്യൽ എല്ലാ സ്ഥലത്തും സെയിം ആയതുകൊണ്ട് ഒരു ചാർജിനെ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? വർക്ക് ഡൺ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ,
ഇനി നമ്മളിവിടെ വരച്ചേക്കുന്നത് കുറച്ച് ചാർജസിൻ്റെ കുറച്ച് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ് വരച്ചേക്കുന്നത്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എടുക്കുകയാണെങ്കിൽ ആ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ. ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പോയിന്റ് എന്ത് ചെയ്യണം, അതായത് ഈ ചാർജിൻ്റെ സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് മാറി ഓരോ പോയിന്റ് കൺസിഡർ ചെയ്യണം. എന്നിട്ട് ആ പോയിന്റുകളെ എല്ലാം കൂടി കളക്ട് ചെയ്തുകൊണ്ട് എന്ത് വരച്ചാൽ മതി, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറ്റും. ഇതിപ്പം ഒന്നാമത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. ഇനി രണ്ടാമത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞാൽ ഒരേ കണക്കുള്ള 2-3 പോയിന്റ് എന്ത് ചെയ്യണം, ഇക്വി ഡിസ്റ്റൻസ് ആയിട്ടുള്ള കുറേ പോയിന്റ് കൺസിഡർ ചെയ്യണം. ആ പോയിന്റുകളെ എല്ലാം കൂടി കളക്ട് ചെയ്തുകൊണ്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കിട്ടും. ഇത് രണ്ടാമത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇനി മൂന്നാമതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസും കൂടി വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടൊന്നുമില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റ് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി ഈക്വൽ ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. എന്നിട്ട് ആ പോയിന്റുകൾ ഉൾപ്പെടുത്തക്ക രീതിയിൽ എന്ത് വരച്ചാൽ മതി, ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കിട്ടും. ഓക്കെ. ഇനി ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ വരയ്ക്കാം? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്തൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള 2-3 പോയിന്റുകൾ എടുക്കണം. കണ്ട ഈക്വൽ ഡിസ്റ്റൻസിൽ 2-3 പോയിന്റ് എടുക്കണം. ആ പോയിന്റ് ഉൾപ്പെടുത്തക്ക രീതിയിൽ നമ്മൾ എന്ത് വരച്ച് കഴിഞ്ഞാൽ, ഒരു സർഫസ് വരച്ച് കഴിഞ്ഞാൽ അതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇത് ഫസ്റ്റ് സർഫസ്. ഇനി ഒരു സർഫസും കൂടി വരയ്ക്കാൻ പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് അതേ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യണം, പോയിന്റ് കൺസിഡർ ചെയ്യണം. ആ പോയിന്റ് ഉൾപ്പെടുത്തക്ക രീതിയിൽ എന്ത് വരയ്ക്കണം, ഒരു സർഫസ് വരച്ച് കഴിഞ്ഞാൽ അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇത് ഒരു ഇലക്ട്രിക് ഡൈപോളിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഈ വരച്ചേക്കുന്നത്. ഇത് വരച്ചേക്കുന്നത് 2 സിമിലർ ചാർജസ് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ അനുഭവപ്പെടുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഈ വരച്ചേക്കുന്നത്. ഓക്കെ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈഇലക്ട്രിക് എന്നാൽ എന്തെന്നാണ്. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ്. എന്തിനെ കടത്തിവിടത്തില്ല, ഇലക്ട്രിക് എഫക്ട്സ് എന്ത് ചെയ്തില്ല, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് വിച്ച് ട്രാൻസ്മിറ്റ് ഇലക്ട്രിക് എഫക്റ്റ്. ഇലക്ട്രിക് എഫക്റ്റ് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും വിത്തൗട്ട് ആക്ച്വലി കണ്ടക്ടിങ് ഇലക്ട്രിസിറ്റി. യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാതെ മാറ്റം ഉണ്ടാക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, ഇൻസുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കടത്തി വിടാത്ത ആൾക്കാരെ വിളിക്കുന്നവരാണ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് വിച്ച് ട്രാൻസ്മിറ്റ് ഇലക്ട്രിക് എഫക്റ്റ്. ഇലക്ട്രിക് എഫക്റ്റ് എന്ത് ചെയ്യും, കടത്തിവിടും. എന്ത് ചെയ്യാതെ, യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാതെ, വൈദ്യുതിയെ കടത്തിവിടാതെ. യഥാർത്ഥത്തിൽ വൈദ്യുതിയെ കടത്തിവിടാതെ വൈദ്യുതിയുടെ ഫലത്തിന്, എഫക്ട്സിനെ കടത്തിവിടുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ്. ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിനെ നമുക്ക് 2 തിരിക്കാം. എന്തൊക്കെയായിട്ടാണ്, നോൺ പോളാർ എന്നും പോളാർ എന്നും 2 തരംതിരിക്കാം. ഓക്കെ, ഇതില് പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോളിക്യൂൾസ് ഇൻ വിച്ച് ദ സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് കോയിൻസൈഡ് വിത്ത് ദ സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടി എന്ത് ചെയ്തിരിക്കും, കോയിൻസൈഡ് നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് നോൺ പോളാർ ഡൈഇലക്ട്രിക്. ഉദാഹരണം O2 CO2 CH4. അപ്പോൾ എന്താണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ദ മോളിക്യൂൾസ് ഇൻ വിച്ച് ദ സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് കോയിൻസൈഡ് വിത്ത് ദ സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജ്. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്ത് ചെയ്തിരിക്കും, കോയിൻസൈഡ് നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്. ഇനി പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവും നെഗറ്റീവും എന്ത് ചെയ്തിരിക്കും, സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് പോളാർ ഡൈഇലക്ട്രിക്സ്. ഇഫ് ദ സെന്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡു നോട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നില്ലെങ്കിൽ അതിനെന്തെന്ന് വിളിക്കും, പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ HCl H2O NH3. ഇപ്പോൾ ഒന്നുകൂടി പറയാം. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യഥാർത്ഥത്തിൽ വൈദ്യുതിയെ കടത്തിവിടാതെ വൈദ്യുതിയുടെ എഫക്റ്റിനെ കടത്തിവിടുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് 2 ഉണ്ട്. നോൺ പോളാർ ഡൈഇലക്ട്രിക്കും ഉണ്ട്, പോളാർ ഡൈഇലക്ട്രിക്കും ഉണ്ട്. നോൺ പോളാർ ഡൈഇലക്ട്രിക് ആവുന്നത് പോസിറ്റീവും നെഗറ്റീവും കോയിൻസൈഡ് നിൽക്കും, ഒരേ ഇങ്ങനെ ചേർന്നിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്. ഇനി പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് പോളാർ ഡൈഇലക്ട്രിക്സ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് ഡൈഇലക്ട്രിക്സ് ലാബ്. ഓക്കെ, ഞാനൊരു 2 പാരലൽ പ്ലേറ്റുകൾ എടുത്തു വെച്ചു. ആ പാരലൽ പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് D ആണ്. അപ്പോൾ അതിനകത്തൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E0 ആണ്. അതിൻ്റെ മധ്യത്തിലേക്ക് ഞാനൊരു ഡൈഇലക്ട്രിക് സ്ലാബ് വെക്കുന്നു, ഹാവ് തിക്നെസ് T. അപ്പോൾ ഇതിനകത്തുള്ള പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റ് ചെയ്യപ്പെടും അല്ലെ, പോളറൈസേഷൻ്റെ ഫലമായി സെപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ
അതിനകത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു E0 ബൈ എന്ന് എഴുതാം, കെ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിന്റെ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എയർ ആയിട്ടുള്ള സെപ്പറേഷൻ പ്ലേറ്റുകളെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് എയർ അല്ലെങ്കിൽ വാക്യൂം ആണെങ്കിൽ ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനിടയ്ക്ക് അനുഭവപ്പെടുന്ന കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ സി. നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ ഡൈലക്ട്രിക് സ്ലാബ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തു വെച്ചു. ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലെ പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഡി ആണ്. അപ്പോൾ അതിനകത്തൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യപ്പെടും E0. എന്നിട്ട് അതിൻ്റെ മധ്യത്തിൽ ഞാനൊരു ഡൈലക്ട്രിക് സ്ലാബ് വെക്കുന്നു. ഡൈലക്ട്രിക് സ്ലാബ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് എന്ത് ചെയ്യപ്പെടുന്നു, സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യപ്പെടുന്നു, സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ഡൈലക്ട്രിക് സ്ലാബിലുണ്ടായ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു E0 ബൈ കെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, ഇനി ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ അതിൻ്റെ ഡൈലക്ട്രിക്സ്, അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് വാക്യൂം വെച്ചാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C0 ഈസ് ഈക്വൽ ടു ε0A ബൈ ഡി എന്ന് എഴുതാം. ഓക്കെ, നമ്മളൊരു ഡൈലക്ട്രിക് സ്ലാബ് കപ്പാസിറ്ററിനിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യപ്പെടുന്നു, പോളറൈസ് ചെയ്യപ്പെടുന്നു. പോളറൈസ് ചെയ്യുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E0K ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു ഡി മൈനസ് ടി. അതായത് മൊത്തം എത്രയുണ്ട്, ഡി ഉണ്ട്. ഇവിടെ ഇത്രയും ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E0 ആയിരുന്നു. E0യിൽ നിന്നും ഇവർ നമ്മളുടെ സെപ്പറേഷൻ ഡി ആണ്. അതിലൊരു ടി തിക്നെസ് ഉള്ള ഡൈലക്ട്രിക് സ്ലാബ് കൊണ്ടുവയ്ക്കുമ്പോൾ അത്രയും ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് മാറും. പക്ഷേ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു, E0 ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E ഇൻറ്റു ടി പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് E0 ഇൻറ്റു ടി. കാരണം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് പെർ യൂണിറ്റ് ലെന്തിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിർത്തിയാണ്ടേ. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെന്ത് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ലെന്ത് ആണ്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ E0 ഇൻറ്റു ഡി മൈനസ് ടി. അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഡൈലക്ട്രിക് മീഡിയം. അതായത് നമ്മൾ വെച്ചേക്കുന്ന ഡൈലക്ട്രിക് സ്ലാബിനകത്ത് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് E ഇൻറ്റു ടി. ഇതിൽ E0 ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ഇയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, E0 ബൈ കെ എന്നാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, E0 ബൈ കെ ഇൻറ്റു ടി. V ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു കോമൺ ആണ്, E0 കോമൺ എടുത്ത് വെളിയിലെടുക്കുക, E0 ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഒരു പാരലൽ ഷീറ്റിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ E0 സിക്കൽ സിഗ്മ ഡിവൈഡഡ് ബൈ ε0. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അതിനെ Q ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. സിഗ്മ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ എ എന്നാണ്. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എഫ്എൽ എന്ന് വരും. V ഈസ് ഈക്വൽ ടു നമ്മൾ ഈ വാല്യൂ എടുത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q ഡിവൈഡഡ് ബൈ എ എഫ്എൽ0 ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്ന് കിട്ടും. ഇനി കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C ഈസ് ഈക്വൽ ടു Q ബൈ V എന്നാണ്. ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ വിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, Q ഡിവൈഡഡ് ബൈ എഫ്എൽ0 ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ ആണേ. ഇനി ഇത് ക്യൂവും ക്യാൻസൽ ആയി പോവും. തലതിരിച്ച് എഴുതുമ്പോൾ C ഈസ് ഈക്വൽ ടു ε0A ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്ന് കിട്ടും. ദിസ് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് ഡൈലക്ട്രിക് സ്ലാബ്.